നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ മനസ്സമ്മതം. നമ്മുടെ ഈ പ്രദേശത്തെ പാരമ്പര്യം അനുസരിച്ച് സാധാരണ പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ചടങ്ങായിട്ടാണ് മനസ്സമ്മതം സാധാരണ നടത്താറുള്ളത്. ചെറുക്കൻ വീട്ടുകാർ വിവാഹ കർമ്മം അതാണ് നടത്തുന്നത്. അങ്ങനൊരു പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇന്ന് ജോണും മറിയവും ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദൈവാലയത്തിന് മുമ്പിൽ പ്രത്യേകിച്ച് ഈ രജിസ്റ്ററിൽ ഇന്ന് ഒപ്പുവെക്കുകയാണ്. ഞങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് സഭയുടെ വാഗ്ദാനവും നിയമവും അനുസരിച്ച് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഒരുപക്ഷെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആരുടെയും നിർബന്ധത്താലല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലാതെ പറയുക. അപ്പോൾ അത് നിങ്ങളുടെ മനസാക്ഷിക്ക് വിടുന്നതാണ്. കാരണം അത് പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം പല പേരൻസും നിർബന്ധിച്ച് പല കുട്ടികളെയും വിവാഹം കഴിപ്പിക്കും. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായ മനസ്സോടുകൂടെ പറയാൻ പറ്റുന്ന ഒരു ചടങ്ങാണ് ഒത്തുകല്യാണം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്. അത് നിങ്ങൾക്ക് ഇത് തുറന്നു പറയാം. ഇന്ന് എടുക്കുന്ന തീരുമാനം ഈ സമ്മതമാണ് എന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ ഇന്ന് എടുക്കുന്ന തീരുമാനം മരണം വരെ ആ സമ്മതത്തോടുകൂടെ രണ്ടുപേരും മുമ്പോട്ട് പോകണം. വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ അന്നേ ദിവസം ഒത്തിരി ആഘോഷങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നുമല്ല വിവാഹ ജീവിതം. അന്ന് രാത്രി കഴിയുമ്പോൾ നിങ്ങളൊറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ മാതാപിതാക്കളോ കൂട്ടുകാരോ സഹോദരനോ ഒന്നും കാണത്തില്ല. മുമ്പോട്ടുള്ള ജീവിതത്തിലുടനീളം പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, വ്യാസങ്ങളുണ്ടാകും. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഓർത്താൽ മതി. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അവർ ഇരു കൈ ചേർത്ത് പിടിച്ച് മുൻപോട്ട് പോയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിലാവുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, വഴക്കുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതാണ് കുടുംബജീവിതം. എപ്പോഴും സന്തോഷം തരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങളുടെ കുടുംബം എപ്പോഴും സന്തോഷമാണെന്ന് പറയുന്നതൊക്കെ മൂടത്തരമാണ്. മണ്ടന്മാരാണ്. കാരണം ഇഷ്ടംപോലെ പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിലുണ്ട്. അപ്പം അതൊക്കെ അറിഞ്ഞ് ഒരുമിച്ച് എന്തെങ്കിലും തീരുമാനത്തോടുകൂടെ മരണം വരെ ഒരാളെ ഞങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് വരെ ഒരേ മനസ്സോടുകൂടെ ജീവിക്കാമെന്നുള്ള പ്രതിജ്ഞയോടുകൂടെ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇതിനായിട്ട് പരസ്പരം പ്രാർത്ഥിക്കുക. പണ്ടൊക്കെ സഭയുടെ നിയമം അനുസരിച്ച് മനസ്സമ്മതം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞാണ് വിവാഹം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മനസ്സമ്മതത്തിന് മുമ്പ് തന്നെ വിവാഹ വിളിച്ചുകൊണ്ട് തുടങ്ങും. പക്ഷെ എന്നാലും സഭയുടെ ഉറപ്പിനായിട്ട് ചെറിയ രീതിയിലെങ്കിലും മനസ്സമ്മതം നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവത്തിന് അനുഗ്രഹം. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് 21-ന് വിവാഹം, 21-നാണ് എൻ്റെ വിവാഹം. ഇനിയുള്ള ഈ ദിവസങ്ങളിൽ കൂടുതൽ നിങ്ങൾക്ക് ഫോണൊക്കെ വിളിക്കുന്നുണ്ടാവും, പരസ്പരം അറിയുന്നുണ്ടാവും. ഈ കൂടുതൽ അടുത്തറിയുവാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. അത് മനസ്സിലാക്കുക. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് ഇറങ്ങും. ഞാൻ ആരാണെന്ന്, ജോൺ ആരാണെന്ന് മറിയം മനസ്സിലാക്കണം, മറിയം ആരാണെന്ന് ജോൺ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിവാഹജീവൻ ധന്യമാകും. നിങ്ങളുടെ മാതാപിതാക്കളെയും എല്ലാം സഹോദരങ്ങളെയും മിത്രത്താദികൾ ഓർക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ തിരുക്കർമ്മം ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യം